ഞാൻ സ്വർഗമാം വീട്ടിൽ ചെല്ലവേ മാലാഖമാരും ദൂതരും മാറി മാറി പുണർന്നു പോ. ഫ്രാൻസിസ്കൻ പ്രസ്ഥാനത്തിൻ്റെ പിള്ളത്തൊട്ടിലായ പോർസുങ്കളായിലാണ് ഈ രംഗം. ഫ്രാൻസിസ് തങ്ങളിൽ നിന്ന് വിട പറയാൻ പോകുന്നുവെന്ന് മനസ്സിലാക്കിയ സഹോദരന്മാർ ഫ്രാൻസിസിന് ചുറ്റും ദുഃഖാർത്ഥരായി നിൽക്കുന്നു. പിതാവേ, അങ്ങേക്ക് എന്താണ് സംഭവിക്കുന്നത്? അങ്ങേ ഈ അവസ്ഥയിൽ കാണാൻ ഞങ്ങൾക്ക് സാധിക്കുന്നില്ല. സഹോദരന്മാരെ, ഈ ലോകത്തിലെ എൻ്റെ ജീവിതത്തിൻ്റെ അവസാന നിമിഷങ്ങൾ ആഗതമായിരിക്കുന്നു. എൻ്റെ സ്വർഗീയ പിതാവിൻ്റെ പക്കലേക്ക് എന്നെ നയിക്കാൻ സോദരി മരണം ഇതാ വാതിൽക്കൽ വന്നു നിൽക്കുന്നു. പിതാവേ, അങ്ങ് എന്താണ് ഈ പറയുന്നത്? അതേ സഹോദര, ഈ ജീവിതം പൂർത്തിയാക്കി അവിടുത്തോടൊപ്പം ഒന്നായി തീരാൻ സമയമായിരിക്കുന്നുവെന്ന് എൻ്റെ സ്വർഗീയ നാഥൻ എനിക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുന്നു. ഞാൻ ആ ദിവ്യമുഹൂർത്തത്തിനായി കാത്തിരിക്കുന്നു. എൻ്റെ സ്നേഹിത, അങ്ങ് ഒപ്പമില്ലാത്തൊരു ജീവിതത്തെപ്പറ്റി എനിക്ക് ആലോചിക്കാൻ പോലും കഴിയുന്നില്ല. അതെ, എങ്ങനെയോ നശിക്കേണ്ട ഞങ്ങളുടെ ജീവിതങ്ങളെ ദൈവത്തിന്റെ പ്രകാശത്തിലേക്ക് നയിച്ചത് അങ്ങാണ്. അങ്ങ് ഞങ്ങളെ നയിക്കാനില്ലാത്ത ആ ഒരു അവസ്ഥയെപ്പറ്റി ചിന്തിക്കുമ്പോൾ എനിക്ക് ഭയം തോന്നുന്നു. വഴിതെറ്റിപ്പോയ ആടുകളായ ഞങ്ങളെ ക്രിസ്തുവാകുന്ന നേർവഴിയിലേക്ക് തിരികെ കൊണ്ടുവന്ന ഇടയനാണങ്ങ്. അങ്ങ് ഞങ്ങളെ വിട്ടുപോയാൽ ഞങ്ങൾ ഇടയനില്ലാത്ത ആടുകളെ പോലെയാകും. എൻ്റെ സഹോദരന്മാരെ, നിങ്ങൾ വിചാരിക്കുന്ന പോലെ മരണം ഒരവസാനമല്ല. എൻ്റെ സ്നേഹനാഥനുമായി സ്വർഗത്തിൽ ഒന്നാകാൻ ഞാൻ പോവുകയാണ്. ഞാൻ പോയാലും എൻ്റെ സ്നേഹം നിങ്ങളോടൊപ്പം എന്നും നിലനിൽക്കും. പാപികളിൽ വെച്ച് ഏറ്റവും പാപിയായ എന്നെ മാറ്റിമറിച്ചത് ദൈവത്തിൻ്റെ കൃപയാണ്. ദൈവത്തിൻ്റെ കൃപയും സ്നേഹവുമില്ലായിരുന്നേൽ ഞാൻ ഈ ലോകത്തിൻ്റെ പാപങ്ങളിൽ മുഴുകി മരിക്കുമായിരുന്നു. ആ സ്നേഹവുമായി ഒന്നാകാൻ പോകുന്ന എന്നെ ഓർത്ത് നിങ്ങൾ സന്തോഷിക്കുവിൻ. ഞാനിനി നിങ്ങളോട് പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വളരെ ആവശ്യമായി വേണ്ടവയാണ്. സുവിശേഷമായിരിക്കട്ടെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ അടിസ്ഥാനം. എന്ത് തടസ്സങ്ങളും പ്രതിസന്ധികളും നേരിട്ടാലും വിശ്വാസത്തോടെ സുവിശേഷം പാലിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങൾ പ്രാർത്ഥനയിൽ എന്നെന്നും നിലനിൽക്കുവിൻ. ദിവ്യനാഥനുമായി ഒന്നാകാൻ എല്ലാവരും പരിശ്രമിക്കട്ടെ. ജീവിതത്തിൻ്റെ ഓരോ നിമിഷവും പ്രാർത്ഥനയായി മാറാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. എൻ്റെ സ്നേഹിത, അസീസിലെ തെരുവുകളിലൂടെ നമ്മൾ ഒരുമിച്ച് നടന്നു നീങ്ങിയത് അങ്ങ് ഓർക്കുന്നുണ്ടോ? സുവിശേഷം പ്രസംഗിക്കാൻ ഇറങ്ങിയ നമ്മൾ മൗനമേ തലകുണിച്ച് നടന്ന് വാക്കുകൾ പോലുമില്ലാതെ സുവിശേഷം പ്രസംഗിച്ചത്. വീടുകൾ തോറും കയറിയിറങ്ങി ഭിക്ഷ അയച്ചിട്ട് കിട്ടിയ നിസ്സാരമായ ഒരു അപ്പക്കഷ്ണത്തിനെ ഓർത്ത് നമ്മൾ ഒരുമിച്ച് ദൈവത്തെ സ്തുതിച്ചു പാടിയത്. ദേഹത്തുകൂടെ തഴുകിപ്പോയ കാറ്റിനെ പ്രതി പോലും ദൈവത്തെ സ്തുതിക്കാൻ അങ്ങാണല്ലോ എന്നെ പഠിപ്പിച്ചത്. ഇവയെല്ലാം ഓർക്കുമ്പോൾ എൻ്റെ ഹൃദയത്തിൽ ഒരേ സമയം സന്തോഷവും സന്താപവും നിറഞ്ഞു തുളുമ്പുന്നു. പിതാവേ, അങ്ങ് ഓർക്കുന്നുവോ? ഒരു ഉപവാസ ദിവസം എനിക്ക് വിശക്കുന്നുവെന്ന് മനസ്സിലാക്കിയ നിമിഷം അങ്ങേക്ക് വിശക്കുന്നുവെന്ന് പറഞ്ഞ് അങ്ങ് എല്ലാവരുടെയും ഉപവാസം അവസാനിപ്പിച്ചത്. അങ്ങയുടെ മക്കളായ ഞങ്ങളെ പിതൃരഹിതരാക്കി വിട്ടുപോവുകയാണോ അങ്ങ്? എൻ്റെ സഹോദരന്മാരെ, നിങ്ങൾ ആകുലരാകരുത്. സോദരി മരണം എന്നെ സ്വർഗസ്ഥനായ പിതാവിന്റെ പക്കലേക്ക് അനയിക്കാനാണ് എത്തിയിരിക്കുന്നത്. ഞാൻ എൻ്റെ പിതാവിന്റെ പക്കലേക്ക് പോകുന്നു. തീർച്ചയായും സ്വർഗത്തിൽ പിതാവിന്റെ സന്നിധിയിൽ നമ്മൾ വീണ്ടും ഒരുമിക്കും.
പിതാവേ, ഏലിയ സഹോദരൻ അങ്ങയെ കാണാൻ വന്നിരിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട ഏലിയാ സഹോദര, എൻ്റെ ഈ ലോകയാത്ര അവസാനിക്കാറായി. ക്രൂശിതനായ ഈശോയെ അനുകരിച്ച് നഗ്നനായി മരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്നെ നഗ്നനാക്കി ചാരം പൂശിയ തറയിൽ കിടത്തണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. പിതാവേ, അങ്ങയുടെ ആഗ്രഹം സാധിച്ചു തരണമെന്നുണ്ടെങ്കിലും ഞാനത് ചെയ്യുന്നില്ല. വിശുദ്ധമായ അനുസരണത്തിൻ കീഴിൽ ഞാൻ പറയുന്നു, അങ്ങീ വസ്ത്രം ധരിച്ചുകൊണ്ട് മരണത്തെ പുൽകുക. ഈ വസ്ത്രം ഞാൻ വായ്പ തന്നതാണല്ലോ. അതുകൊണ്ട് തന്നെ ക്രൂശിതനായ ഈശോയെ പോലെ സ്വന്തമായി ഒന്നുമില്ലാതെയാണ് അങ്ങും മരിക്കുന്നത്. വിശുദ്ധ അനുസരണത്തിന്റെ കീഴിൽ ഞാൻ അങ്ങേ അനുസരിക്കുന്നു. സഹോദരന്മാരെ, ഇത് വിളിപ്പിക്കേണ്ട സമയമല്ല, ദൈവത്തെ സ്തുതിക്കേണ്ട സമയമാണ്. നമുക്ക് സൂര്യകീർത്തനം പാടി ദൈവത്തെ സ്തുതിക്കാം. സൃഷ്ടിജാലമാകുന്നോരൻ സോദരീ സോദരന്മാരെ നിങ്ങൾ കർത്താവാം ദൈവത്തെ നിത്യം സ്തുതികളാൽ വാഴ്ത്തിപ്പുകഴ്ത്തിയിടുവിൻ, വാഴ്ത്തിപ്പുകഴ്ത്തിയിടുവിൻ. സൃഷ്ടിജാലമാകുന്നോരൻ സോദരീ സോദരന്മാരെ നിങ്ങൾ കർത്താവാം ദൈവത്തെ നിത്യം സ്തുതികളാൽ വാഴ്ത്തിപ്പുകഴ്ത്തിയിടുവിൻ, വാഴ്ത്തിപ്പുകൾ. ലോകം മുഴുവനടക്കി ഭരിക്കുമെൻ മൃത്യുവാ സോദരി നീ. ലോകം മുഴുവനടക്കി ഭരിക്കുമെൻ മൃത്യുവാം സോദരി നീ. സ്വർഗത്തിലേറ്റും കവാടമാം സോദരി സ്വാഗതം സ്വാഗതമേ, സ്വാഗതം സ്വാഗതമേ. സോദരി മരണമേ, നിത്യതൻ കവാടമേ, നിന്നെ പ്രതി ദൈവത്തിന് സ്തുതി. ഭീതി കൂടാതെ നിന്നെ കടന്നു പോകാൻ എന്നെ വന്ന് പുൽകുക. മെഴിപൂട്ടിയൊരു പുഞ്ചിരി ചൊടിയിലൊളിപ്പിച്ച് ഞാനും നിന്നെ പുണർന്നിടട്ടെ. സഹോദരന്മാരെ, ദൈവത്തെ സേവിക്കുന്നതിന് നമുക്ക് ആരംഭിക്കാം. കാരണം ഇതുവരെയും നാം ഒന്നും തന്നെ ചെയ്തിട്ടില്ല. സ്നേഹിത, അങ്ങയുടെ ജീവിതവും പ്രവർത്തനങ്ങളും ഞങ്ങൾക്ക് മാത്രമല്ല ലോകം മുഴുവനും വെളിച്ചമായിരുന്നു. അങ്ങയുടെ മരണവും അങ്ങനെ തന്നെയായിരിക്കും. അങ്ങയുടെ മരണം ഞങ്ങൾക്ക് സങ്കടമാണെങ്കിലും അങ്ങേക്കത് സന്തോഷവും മഹത്വവും നിറഞ്ഞതാണല്ലോ. അങ്ങ് ശാന്തമായിരിക്കുക. സഹോദര, എനിക്ക് വേണ്ടി 142 സങ്കീർത്തനം ചൊല്ലണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. തിരുസന്നിധിയിലേക്ക് ഞാൻ കൈകൾ ഉയർത്തുന്നു. വരണ്ടുണങ്ങിയ ഭൂമി എന്ന പോലെ കർത്താവേ, ഞാൻ അങ്ങേ പ്രതി ദാഹിക്കുന്നു. അങ്ങയുടെ മുഖം എന്നിൽ നിന്ന് മറച്ചു കളഞ്ഞാൽ ഞാൻ മരിച്ചവന് തുല്യനായി പോകും. അങ്ങയുടെ സ്നേഹം ഞാൻ ആസ്വദിക്കട്ടെ. എന്റെ ആശ്രയം അങ്ങ് മാത്രമാണല്ലോ. ഞാൻ സഞ്ചരിക്കേണ്ട വഴി എന്നെ പഠിപ്പിക്കണമേ. എന്റെ ഹൃദയം അങ്ങേക്ക് ഞാൻ സമർപ്പിക്കുന്നു. ശത്രുക്കളിൽ നിന്ന് എന്നെ രക്ഷിക്കുകയും
അങ്ങയുടെ ഇഷ്ടാനുസരണം ജീവിക്കുവാൻ എന്നെ പഠിപ്പിക്കുകയും ചെയ്യണമേ. കർത്താവേ, അങ്ങന്റെ ദൈവമാകുന്നു. ജീവന്റെ വഴിയിലൂടെ സഞ്ചരിക്കുവാൻ അങ്ങ് എന്നെ സഹായിക്കണമേ. അങ്ങയുടെ നാമമോർത്ത് എന്നെ ആശ്വസിപ്പിക്കണമേ. അങ്ങയുടെ നീതിയോർത്ത് എന്നെ രക്ഷിക്കണമേ. പിതാവേ, അങ്ങ് ഞങ്ങളെ വിട്ടുപിരിഞ്ഞു പോയാൽ ഞങ്ങൾ അനാഥരായിത്തീരും. ദുർഭകരായ ഞങ്ങളെ അങ്ങ് ആശീർവദിക്കണമേ. ദിവ്യനാഥൻ നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ദിവ്യനാഥൻ അവിടുത്തെ മുഖം നിങ്ങൾക്ക് കാണിച്ചു തരികയും കൃപാലുവായിരിക്കുകയും ചെയ്യുമാറാകട്ടെ. അവിടുന്ന് തൻ്റെ മുഖം തിരിക്കുകയും നിങ്ങൾക്ക് സമാധാനം നൽകുകയും ചെയ്യുമാറാകട്ടെ. നാഥൻ നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. പിതാവ് ഏൽപ്പിച്ച ദൗത്യം ഞാൻ പൂർത്തിയാക്കിയിരിക്കുന്നു. നിങ്ങളെ ഏൽപ്പിച്ച ദൗത്യം പൂർത്തിയാക്കാൻ നാഥൻ തന്നെ നിങ്ങളെ പഠിപ്പിക്കട്ടെ. മരണമാകുന്ന സോദരി മന്ദം മന്ദം അദ്ദേഹത്തെ സമീപിച്ചുകൊണ്ട് മാടി വിളിച്ചു. മധുരമായി പാടിക്കൊണ്ട് ഫ്രാൻസിസ് തൻ്റെ ആത്മാവിനെ ദൈവകരങ്ങളിൽ സമർപ്പിച്ചു. സ്വർഗരാജ്യത്തു ചെന്ന നേരത്ത് കർത്താവിനോടു ചോദിച്ചു, സ്വന്ത ബന്ധങ്ങൾ വിട്ടു പോന്നപ്പോൾ നൊന്തു നീറിയോ നിന്മനം? ശങ്ക കൂടാതെ ചൊല്ലി ഞാൻ, കർത്താവേ എല്ലാത്തിലുമേ എത്തി ഞാനെത്തി സന്നിധേ, ഇത്ര നാൾ കാത്ത സന്നിധേ. പോകുന്നേ ഞാനും എൻ ഗേഹം തേടി ദൈവത്തോടു തോറങ്ങുവാൻ. എത്തുന്നേ ഞാനൻ നാഥന്റെ ചാരി പിറ്റേന്നു പമോണർന്നിടാ. സ്വർഗരാജ്യത്തു ചെന്ന നേരത്ത് കർത്താവിനോടു ചോദിച്ചു, സ്വന്ത ബന്ധങ്ങൾ വിട്ടു പോന്നപ്പോൾ നൊന്തു നീറിയോ നിന്മനം? ശങ്ക കൂടാതെ ചൊല്ലി ഞാൻ,